കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? സാറേ കുഴപ്പമില്ല, ഇപ്പൊ സീസൺ ആണല്ലോ. ഇപ്പൊ വിഷു, ഈസ്റ്റർ, പെരുന്നാള് ഈ 3 ആഘോഷങ്ങൾ ഒരു മാസം വന്ന സമയം അതിലൂടെ ഇലക്ഷനും. എന്തൊക്കെയാ വെറൈറ്റി ഉള്ളത്? വെറൈറ്റിക്ക് സാറ് 140 മുതൽ 480 വരെ നമുക്ക് അലുവ നമ്മൾ ചെയ്യുന്നത്. നല്ല രസമുണ്ട് ഈ കളർ ഇങ്ങനെ കാണുമ്പോ. എന്തായാലും 1 കിലോ അലുവ എടുത്തോളി. കോഴിക്കോടൊന്ന് അലുവ ആണ്ട് പോകുന്നത് തന്നെയാ. ഏതാ വേണ്ട സാറേ? ചോപ്പാണ് ഇന്ത്യയുടെ ഒരു പ്രതിരോധത്തിന്റെ അടയാളം. ചുവപ്പില്ലാതെ ഇടതില്ലാതെ ഇന്ത്യ ഇല്ല. ചുവപ്പലുവ കൊടുക്കല്ലേ, ചുവപ്പലുവ വാങ്ങും ചെയ്യല്ലേ. ചുവപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കാണുന്ന തന്നെ ഉണ്ടാവുള്ളൂ. അത് തിന്നാനും പറ്റൂല, തിന്ന് തുടങ്ങിയാലും പറ്റൂല. നമ്മളിപ്പോൾ കേരളത്തിന്റെ ഭരണം തന്നെ കണ്ടാൽ അറിയാലോ, ആ തുടക്കം ഭയങ്കരമായിരുന്നു. ഇപ്പൊ എന്തിനാ വില കൂടാത്ത? പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട്. CPM ആഞ്ഞടിക്കുന്നുണ്ടോ? മോദിക്ക് ആഞ്ഞടിക്കുന്നില്ലേ? എവിടാ കേൾക്കണേ? ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റേജൊക്കെ കെട്ടിയിട്ട് 2-3 ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടാവും. തുടക്കത്തില് ചോപ്പിന് മധുരം ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ചൊടപ്പ് ഒരു 5 കൊല്ലം മുമ്പല്ല, അതിന്റെ മുമ്പേ അതിന് തുടങ്ങി. പിന്നെ ഭരണത്തിന്റെ ചക്രക്കൂടത്തിൽ കൈയിട്ട് തുടങ്ങിയപ്പോ നല്ലോണം നക്കാൻ തുടങ്ങി. അതോടുകൂടി എല്ലാം നാറി. തുടക്കത്തിൽ കുറച്ച് നന്നായിട്ട് മൂവ് ചെയ്ത് എന്നൊക്കെ പറയും. തുടക്കം എന്ന് പറഞ്ഞാൽ 5 വർഷമാണോ? അതായത് ആദ്യത്തെ 5 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ 5 വർഷമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ കാലയളവുള്ളൂ നല്ല രീതിക്ക് ഭരിച്ചെന്ന് പറയുന്നത് കേട്ട്. ഇതല്ല തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളാണ്. ദേശാഭിമാനി പോലും എഴുതിയിരുന്നു 5 കൊല്ലം വില കൂടുതലാണ്. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം അതാണ്. സപ്ലൈകോല് പോലും ഈ ഒരു സാധനം ഇല്ല നിരന്തരം നമ്മൾ പേപ്പറിലും മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പൊ ഈ കേരളം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഒരു മാറ്റം വരണമെന്ന്. നമ്മുടെ ഈ കേരളത്തിനകത്തെ 100% സാക്ഷരതയുള്ള സ്ഥലമാണ്. അങ്ങനെ വായിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ മാവേലി സ്റ്റോറിനകത്ത് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? 950 രൂപയ്ക്ക് ഇപ്പോൾ റംസാൻ വിഷു ചന്തയിൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 950 രൂപയാണ്. അത് തടസ്സപ്പെടുത്താൻ കോടതിയിൽ പോയതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും കേരളത്തിലെ കോൺഗ്രസും UDF-ഉമാണ്. കേരളം ഒരു സ്റ്റേറ്റ് മാത്രമാണ്. ഈ ഇന്ത്യയിൽ നിയമനങ്ങൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ PSC വഴി നടന്നത് കേരളത്തിലാണ്. പക്ഷേ സാധനം കൊടുക്കാൻ ഒരു സ്ഥലത്തും ഇല്ലാന്നാ പറയുന്നത്. സാധനങ്ങൾ കൊടുക്കാതിരിക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കണം. അതായത് ഇവിടുത്തെ കോർപ്പറേറ്റ് ഭരണത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മുഴുവൻ സംഭരിച്ചു വെക്കാനുള്ള അവകാശം റിലയൻസിന് കൊടുത്തു. BJP-യുടെ രാഷ്ട്രീയമാണ്. നിർഭാഗ്യവശാൽ ലീഗുകാരും കോൺഗ്രസ്സുകാരും അതിന്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പൊ ഇവരെ ഒരു പ്രത്യേക സംസാരം എന്താ? നിങ്ങള് കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്രം തരാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത് എന്നാണ് സംഭവം. കൊടുക്കുന്നുണ്ടോ കൊടുക്കണില്ല എന്നല്ല, പിന്നെ ഇവരെന്തിനാണ് ഭരിക്കുന്നത്? അല്ല, പിന്നെ ജനങ്ങൾ എന്തിനാണ് ഇവർക്ക് വോട്ട് ചെയ്യണേ? നിങ്ങൾ പറഞ്ഞല്ലോ കേന്ദ്രം കൊടുക്കട്ടെ അവിടെ കട്ടെ, അതല്ല വേണ്ടിയത്. 19 MP-മാര് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് സംസ്ഥാനത്ത് നിന്ന് കിട്ടേണ്ട നികുതി പണം കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല. അതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല. കോഴിക്കോട് പക്ഷേ പറഞ്ഞാലേ കേന്ദ്രത്തിന്ന് ഒന്നും വാങ്ങി കൊണ്ടുപോകുന്നില്ല. അതിനെപ്പറ്റി അതാണ് അറിയേണ്ടത്. കേന്ദ്രം തരാതെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിന് എല്ലാരോടും 2 രൂപ സെസ് വാങ്ങി, അധികം വാങ്ങി. ആ അധികം വാങ്ങിയ പൈസ മന്ത്രിമാരും ഭരണക്കാരും ദൂർത്തടിക്കാന്നല്ലാതെ ഇന്ന് വരെ അതിന്റെ ഒരു ഗുണം ക്ഷേമ പെൻഷൻകാർക്ക് കിട്ടിയിട്ടില്ല. ആരോഗ്യ രംഗത്ത് പിന്നെ ഒഴിവുകൾ നികത്താൻ PSC വഴിയല്ല, പിൻവാതിൽ നിയമനമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കോ? ഞങ്ങൾ 20 സീറ്റ് നേടും. അത്തരം ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എല്ലാവർക്കും അലുവ തരാം. അപ്പം മധുരം മാത്രമല്ല, കോഴിക്കോടിന്റെ രാഷ്ട്രീയം അല്പം എരികൂടുള്ള രാഷ്ട്രീയമാണ്. ഇനി ഏത് അലുവ മധുരിക്കുന്നു നമുക്ക് എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ അറിയാം. ഓക്കെ.